ആരാധിക്കുന്നു, ഞങ്ങൾ ആരാധിക്കുന്നു. യേശുവേ അങ്ങേ ആരാധിക്കുന്നു. നീ നല്ലവൻ, സർവവല്ലഭൻ, അങ്ങെപ്പോലൊരു ദൈവമില്ല. നീ നല്ലവൻ, സർവവല്ലഭൻ, അങ്ങെപ്പോലൊരു ദൈവമില്ല. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ചെന്നൈ ബൈബിൾ കൺവെൻഷൻ ഫിയാർ 2016. ഒരു നല്ല കുമ്പസാരത്തിന് ഒരുങ്ങുവാൻ സഹായിക്കുന്ന ചില ധ്യാന ചിന്തകളിലൂടെയാണ് ഈ സമയത്ത് നമ്മൾ കടന്നു പോവുക. ഞാനൊരു പൊട്ട കഥ പറഞ്ഞുകൊണ്ട് ആരംഭിക്കാം. എന്തിനാണ് മുതിർന്നവരോട് പൊട്ടക്കഥ പറയുന്നത് എന്ന് ചോദിച്ചാൽ, അനുയോജ്യമായ വേറെ നല്ല കഥ ഇല്ലാത്തത് കൊണ്ടാണെന്ന് വിചാരിച്ചാൽ മതി. കഥ ഇതാണ്. ഒരു ആനയുടെയും കൊതുകിൻ്റെയും കഥയാണ്. ഈ ആനയും കൊതുകും അനേക കാലമായി സുഹൃത്തുക്കളായിട്ട് ജീവിക്കുകയായിരുന്നു. അതുകൊണ്ട് ആന കൊതുകിന് പ്രത്യേകമായ 3 അനുവാദങ്ങൾ കൊടുത്തു. 1, കൊതുകിന് ആനപ്പുറത്തിരുന്ന് ഉറങ്ങാം. 2, ആനപ്പുറത്തിരുന്ന് സംസാരിക്കാം. 3, ആനയുടെ രക്തം ഇഷ്ടമുള്ളിടത്തോളം എല്ലാ ദിവസവും കുടിക്കാം. സത്യം പറഞ്ഞാൽ നമ്മളെയൊക്കെ ഒരു കൊതുക് കടിക്കുന്നത് ജീവൻ പണയം വെച്ചല്ലേ? ഒരു തല്ല് കെട്ടിയാൽ തീർന്നില്ലേ? അപ്പം ഈ ആന കൊതുകിന് രക്തം കുടിച്ചോളാൻ അനുവാദം കൊടുത്തിരുന്നത് കൊണ്ട് യാതൊരു പ്രാണഭയവുമില്ലാതെ രക്തം കുടിച്ച് ആനപ്പുറത്തിരുന്നുറങ്ങി ആനപ്പുറത്ത് യാത്ര ചെയ്ത് ഈ കൊതുക് അങ്ങനെ അന്തസ്സായിട്ട് ജീവിക്കുക. നമ്മളൊക്കെ അനുഭവിച്ചറിഞ്ഞിട്ടുള്ള ഒരു ദുഃഖ സത്യമുണ്ട്. ആർക്കെങ്കിലും എന്തെങ്കിലും പ്രത്യേക ഉപകാരം ചെയ്താൽ അധികം കഴിയുന്നതിന് മുമ്പ് അവർക്ക് നമ്മളോടൊരു മാനസികമായ അകൽച്ച അഥവാ ഒരു ശത്രുത ഉണ്ടാകും. ഇവിടെയും അങ്ങനെ സംഭവിച്ചു. കൊതുകിൽ നിന്ന്, ആനയിൽ നിന്ന് ഇത്രയും ആനുകൂല്യങ്ങൾ പറ്റി ജീവിക്കുന്ന കൊതുകിന് സാവകാശം ആനയോട് മാനസികമായ അകൽച്ച തോന്നി. പലപ്പോഴുമൊക്കെ കൊതുക് ആനയോട് വഴക്കുണ്ടാക്കാൻ തുടങ്ങി. ഒരു ദിവസം ഇങ്ങനെ വഴക്കുണ്ടാക്കി വന്നപ്പോൾ കൊതുകിന് വല്ലാണ്ട് അരിശം വന്നു ആനയോട്. അപ്പോൾ കൊതുക് ആനയോട് ഇങ്ങനെ പറഞ്ഞു, എടോ, മര്യാദയ്ക്ക് നടന്നില്ലെങ്കിൽ ചവിട്ടി നിന്റെ മുട്ടുകാല് ഞാൻ ഒടിക്കും. ആരോട് പറഞ്ഞതാ? കൊതുക് ആനയോട്. അത് കേട്ടപ്പോൾ ഇപ്പം നിങ്ങളിൽ ചിലർ ചിരിച്ചതുപോലെ ആനയും ഒന്ന് ചിരിച്ചു. ഒരു ചെറിയ പുഞ്ചിരി, അതിലെ വിഡ്ഢിത്തരം ഓർത്തിട്ട്. ഇപ്പം കൊതുകിന് അത് ഇൻസൾട്ടിങ് ആയി തോന്നി. അമ്പടാ, അവൻ എന്നെ ഊതുകയാണല്ലോ, എന്നാൽ കാണിച്ചു തരാം എന്ന് പറഞ്ഞ് കൊതുക് ആനയുടെ മുമ്പിലേക്ക് പറന്നു വന്ന് കൂടുതൽ ശക്തി കിട്ടാൻ വേണ്ടി പുറകോട്ട് പറന്ന് പിന്നെ പരമാവധി ശക്തിയിൽ ആനയുടെ മുട്ടുകാലിനിട്ട് പോയി ഒരൊറ്റ ഇടിയ മുട്ടുകാലൊടിക്കാൻ. ഒറ്റ ചോദ്യം, എന്നിട്ട് ഒടിഞ്ഞ് കാണുമോ? ഒടിഞ്ഞോ ഇല്ലയോ? വേഗം പറ. 2 അഭിപ്രായമാണ്. ഒടിഞ്ഞു. പക്ഷേ അത് ആനയുടെ മുട്ടുകാലല്ല, കൊതുകിൻ്റെ രക്തം കുടിക്കുന്ന ആ തുമ്പിക്കൈയും മുൻകാലുകളുമാണ് ഒടിഞ്ഞത്. ഇത്രയും വലിയ ആനയ്ക്കിട്ട് ഇത്രയും ചെറിയ ഒരു കൊതുക് പോയി ഇടിച്ചാൽ ആനയ്ക്ക് എന്നാ പറ്റാനാ? ആനയ്ക്കൊന്നും പറ്റില്ല.
പരിക്ക് പറ്റിയത് കൊതുകിന്. ആന ഇപ്പോഴും രക്തം കൊടുക്കാൻ തയ്യാറാണ്. പക്ഷെ കൊതുകിന് ഇപ്പം രക്തം കുടിക്കത്തില്ല, കാരണം മുൻകാലുകൾ ഒടിഞ്ഞു കിടക്കുക. ഇപ്പം രക്തം ഓഫറുണ്ട്, പക്ഷെ കുടിക്കാൻ പറ്റാതെ പട്ടിണി കിടക്കുക. പ്രിയപ്പെട്ടവരെ, ഈ കഥയിലെ ആന സർവശക്തനായ ദൈവവും കൊതുക് നമ്മൾ ഓരോരുത്തരുമാണ്. ദൈവത്തിൽ നിന്ന് ഒരുപാട് അനുഗ്രഹങ്ങൾ ഏറ്റുവാങ്ങിയ നമ്മൾ ആനുപാതികമായ ദൈവത്തോട് സ്നേഹവും വിശ്വസ്തതയും കാണിച്ചില്ല എന്ന് മാത്രമല്ല, പലപ്പോഴും ദൈവത്തോട് ഏറ്റുമുട്ടാൻ പോവുകയും ചെയ്തു. ഈ ഏറ്റുമുട്ടലാണ് നമ്മുടെ പാപങ്ങൾ എന്ന് പറയുന്നത്. ഈ ഏറ്റുമുട്ടലിൽ ദൈവത്തിന് ഒരു പരിക്കും പറ്റിയില്ല, ദൈവത്തിന് ഒരു നഷ്ടവും വന്നില്ല. ജോബിൻ്റെ പുസ്തകത്തിൽ പറയുന്ന പോലെ, നിന്റെ അകൃത്യങ്ങൾ പെരുകിയാൽ അത് ദൈവത്തെ ബാധിക്കുമോ എന്നൊരു ചോദ്യം. നമ്മൾ എത്ര തെറ്റ് ചെയ്താലും ദൈവത്തെ അത് ദോഷകരമായി ബാധിക്കത്തില്ല. പരിക്ക് പറ്റുന്നത് ഈ കൊതുകിനെ പോലെ നമുക്കായിരിക്കും. അതുകൊണ്ടാണ് ജോഷുവ 3:5 കർത്താവ് പറഞ്ഞത്, നീ നിന്നെ തന്നെ വിശുദ്ധീകരിക്കുക, നിന്നിലുള്ള അശുദ്ധി എടുത്ത് മാറ്റുക, അപ്പോൾ നിനക്ക് രക്തം കുടിക്കാറാകും. എന്ന് വെച്ചാൽ നിനക്ക് അനുഗ്രഹം സ്വീകരിക്കാറാകും. അപ്പം പരിക്ക് എപ്പോഴും പറ്റുന്നത് നമുക്കാണ്, നഷ്ടം എപ്പോഴും പറ്റുന്നത് നമുക്കാണ്. സങ്കീർത്തനം 17:3 ഇപ്രകാരം വായിക്കുന്നുണ്ട്, കർത്താവേ, എന്നിൽ പാപമുണ്ടോ ഇല്ലയോ എന്ന് അറിയാനായിട്ട് അവിടുന്ന് എന്നെ ഉരച്ചു നോക്കി. ഒരു മനുഷ്യനിൽ പാപമുണ്ടോ ഇല്ലയോ എന്ന് അറിയാനായിട്ട് ദൈവം ആ വ്യക്തിയുടെ കഴിഞ്ഞകാല ജീവിതത്തെ ഉരച്ചു നോക്കുകയാണെങ്കിൽ ഏത് ഉരകല്ലിലായിരിക്കും ഉരച്ചു നോക്കുക? ദൈവത്തിൻ്റെ കൽപ്പനകൾ ആകുന്ന ഉരകല്ലിൽ. ആ ഉരകല്ലിൽ ഉരച്ചു നോക്കുമ്പോൾ തെറ്റ് കണ്ടെത്താൻ കഴിയുന്നില്ലെങ്കിൽ ദൈവം ആ വ്യക്തിയെ ന്യായീകരിക്കും. തെറ്റ് കണ്ടെത്താൻ കഴിഞ്ഞാൽ ദൈവം ആ വ്യക്തിയെ കുറ്റം വിധിക്കും. നമ്മൾ ഓരോരുത്തരും ഇപ്പോൾ ഇവിടെ ആയിരിക്കുന്ന അവസ്ഥയിൽ നമ്മളിൽ പാപം അവശേഷിക്കുന്നുണ്ടോ ഇല്ലയോ എന്നറിയാനായിട്ട് ദൈവം നമ്മുടെ കഴിഞ്ഞകാല ജീവിതത്തെ തൻ്റെ 10 കൽപ്പനകളാകുന്ന ഉരകല്ലിൽ ഉരച്ചു നോക്കിയാൽ നമ്മളിൽ ആരോപിക്കുവാൻ ദൈവം പാപം കണ്ടെത്തുമോ ഇല്ലയോ? ദൈവം നമ്മളിൽ പാപം കണ്ടെത്തുമെങ്കിൽ ദൈവം നമ്മളെ കുറ്റം വിധിക്കും. പാപം കണ്ടെത്തുകയില്ലെങ്കിൽ ദൈവം നമ്മളെ ന്യായീകരിക്കും. അങ്ങനെ ദൈവം നമ്മളെ ഉരച്ചു നോക്കിയാൽ നമ്മളിൽ കണ്ടെത്താൻ സാധ്യതയുള്ള തെറ്റുകളെ നമ്മൾ തന്നെ കണ്ടെത്തി അനുദപിച്ച് ദൈവസന്നിധിയിൽ ഏറ്റുപറഞ്ഞ് പാപമോചനം നേടുമ്പോൾ നമ്മൾ നമ്മളെ തന്നെ വിശുദ്ധീകരിക്കുക. അപ്പോഴാണ് ദൈവം കൂടുതൽ നമ്മുടെ മേൽ അനുഗ്രഹങ്ങൾ ചൊരിയാൻ പോകുന്നത്. ലൂക്കായുടെ സുവിശേഷം 18-ാം അധ്യായത്തിൽ ദേവാലയത്തിൽ പ്രാർത്ഥിക്കുവാൻ വന്ന ഫരീസയൻ്റെയും ചുങ്കക്കാരുടെയും ഉപമ കർത്താവ് പറയുന്നുണ്ട്. ഫരീസയൻ പള്ളിയുടെ പുറകിൽ നിന്നുകൊണ്ടും ചുങ്കക്കാരൻ മുൻപിൽ വന്ന് മുട്ടുകൂത്തി തലകുരച്ച് ചങ്കത്ത് അടിച്ചുകൊണ്ടും പ്രാർത്ഥിച്ചു. ഫരീസയൻ്റെ പ്രാർത്ഥന അല്പം കൂടി നീളമുണ്ട്. ചുങ്കക്കാരൻ്റെ പ്രാർത്ഥനയിൽ ഒരു വാചകമേ ഉള്ളൂ. ഫരീസയൻ്റെ പ്രാർത്ഥനയെ സത്യം പറഞ്ഞാൽ പ്രാർത്ഥന എന്ന് പറയാൻ പറ്റത്തില്ല. അത് വ്യക്തമായിട്ട് പരിശോധിച്ചാൽ, അദ്ദേഹത്തിൻ്റെ പ്രാർത്ഥന എന്ന് പറയുന്ന ആ വാചകങ്ങൾ പരിശോധിച്ചാൽ അതിനകത്ത് 2 ആശയങ്ങളാണ് ഉള്ളത്. ഒന്ന് ആത്മപ്രശംസ, 2 പരദൂഷണം. വേറെ ഒന്നും അതിൻ്റെ അകത്തില്ല. തന്നെത്താൻ പുകഴ്ത്തിക്കൊണ്ട് അദ്ദേഹം പറഞ്ഞു, ദൈവമേ, ഞാൻ ആഴ്ചയിൽ 2 പ്രാവശ്യം ഉപവസിക്കുന്നു, സർവ്വത്തിൻ്റെയും ദശാംശം കൊടുക്കുന്നു. പരദൂഷണമായിട്ട് തൊട്ടടുത്ത് നിന്ന ചുങ്കക്കാരുടെ നേരെ കൈ ചൂണ്ടിക്കൊണ്ട് പറഞ്ഞു, ഞാൻ വ്യഭിചാരിയും പാപികളുമായ മറ്റ് മനുഷ്യരെ പോലെയോ ഈ നിൽക്കുന്ന ചുങ്കക്കാരനെ പോലെയോ അല്ല. അതിൻ്റെ പേരാണ് പരദൂഷണം. അപ്പം ആത്മപ്രശംസയിലും പരദൂഷണത്തിലും അദ്ദേഹത്തിൻ്റെ പ്രാർത്ഥന ഒതുങ്ങി. ദൈവം അതിനോട് പ്രതികരിച്ചത് എങ്ങനെയാ? അല്ല, നീ പാപിയാണ്. ചുങ്കക്കാരൻ മുട്ടുകുത്തി തലകൊലിച്ച് ചങ്കത്തടിച്ച് ഒരൊറ്റവാചക പ്രാർത്ഥനയെ ചൊല്ലുള്ളൂ, ദൈവമേ, പാപിയായ എൻ്റെ മേൽ കരുണ തോന്നണമേ. അഹങ്കാരമില്ല, ആത്മപ്രശംസയില്ല, പരദൂഷണമില്ല. പകരം ദൈവസന്നിധിയിൽ തന്നെത്താൻ കുറ്റം വിധിച്ചുകൊണ്ട് ഒരൊറ്റവാചക പ്രാർത്ഥന. ദൈവം അതിനോട് പ്രതികരിച്ചത് എങ്ങനെയാണ്? അല്ല, നിന്റെ പാപങ്ങൾ നിന്നോട് ഞാൻ ക്ഷമിച്ചിരിക്കുന്നു, നീ സമാധാനത്തിൽ വയ്ക്കും.
ഫരീസേയൻ ദൈവസന്നിധിയിൽ സ്വയം ന്യായീകരിച്ചപ്പോൾ ദൈവം അദ്ദേഹത്തെ കുറ്റം വിധിച്ചു. ചുങ്കക്കാരൻ ദൈവസന്നിധിയിൽ സ്വയം തെറ്റുകൾ ഏറ്റുപറഞ്ഞ് അനുദപിച്ചപ്പോൾ ദൈവം അദ്ദേഹത്തോട് ക്ഷമിച്ച് അദ്ദേഹത്തെ സമാധാനത്തിൽ പറഞ്ഞയച്ചു. പ്രിയപ്പെട്ടവരെ, ആരൊക്കെ ദൈവസന്നിധിയിൽ സ്വയം ന്യായീകരിക്കുന്നുവോ അവരെയെല്ലാം ദൈവം കുറ്റം വിധിക്കും. ആരൊക്കെ ദൈവസന്നിധിയിൽ സ്വന്തം കുറ്റങ്ങൾ ഏറ്റുപറയുന്നുവോ അവരുടെ എല്ലാം തെറ്റുകൾ ക്ഷമിച്ചുകൊണ്ട് ദൈവം അവരെ ന്യായീകരിക്കും. നമ്മളുടെ കുമ്പസാരക്കൂട് എന്ന് പറയുന്നത് ദൈവസന്നിധിയിൽ നമുക്ക് ഓരോരുത്തർക്കും നമ്മളെ തന്നെ കുറ്റം വിധിക്കാനുള്ള സ്ഥലമാണ്. എന്തിനാന്ന് ചോദിച്ചാൽ ദൈവം നമ്മളോട് ക്ഷമിക്കുന്നതിനും നീ സമാധാനത്തിൽ പൊയ്ക്കോ എന്ന് പറയുന്നതിനും കൂടുതൽ അനുഗ്രഹങ്ങൾ നമ്മുടെ മേൽ ചൊരിയുന്നതിനും വേണ്ടിയാണ്. പലപ്പോഴും ജോബിനെ ഉദ്ധരിച്ച് നമ്മൾ പറയാറുണ്ട്, വെറും കൈയോടെ ലോകത്തിലേക്ക് വന്ന് വെറും കൈയോടെ പോയി ലോകം വിട്ടു പോകും. സത്യം പറഞ്ഞാൽ അത് മുഴുവൻ ശരിയല്ല. തെറ്റിദ്ധരിക്കാവുന്ന ഒരു വാചകമാണത്. നമ്മൾ വന്നത് വെറും കൈയോടെയാണെങ്കിലും നമ്മൾ ആരും വെറും കൈയോടെ ഈ ലോകം വിട്ടു പോകുന്നില്ല. ഭൗതിക വസ്തുക്കളെ സംബന്ധിച്ച് മാത്രമാണ് ജോബിൻ്റെ പുസ്തകത്തിൽ പറയുന്നത് ശരി. നമ്മൾ പോകുമ്പോൾ 2 ഭാണ്ഡക്കെട്ട് നമ്മൾ കൊണ്ടുപോകും, ഇല്ലെങ്കിലും കൂടെ വരും. ഒന്നാമത്തെ ഭാണ്ഡക്കെട്ടിൽ ഉണ്ടാവുക നമ്മൾ ഓരോരുത്തരും ചെയ്ത സർവ നന്മകളും സുഹൃതങ്ങളും പുണ്യപ്രവൃത്തികളും ത്യാഗപ്രവൃത്തികളായിരിക്കും. രണ്ടാമത്തെ ഭാണ്ഡക്കെട്ടിൽ ഉണ്ടാവുക നമ്മൾ ഓരോരുത്തരും ചെയ്തതും എന്നാൽ അനുതപിച്ച് ഏറ്റുപറയാത്തതും അതുകൊണ്ട് ദൈവം ക്ഷമിക്കാത്തതുമായ പാപങ്ങളുമായിരിക്കും. ഇത് രണ്ടും കൊണ്ടാണ് പോക്ക്. അവിടെ ചെല്ലുമ്പോൾ ദൈവം നമ്മളെ വിധിക്കും. 2 തരം വിധിയെപ്പറ്റി നമ്മൾ കേട്ടിട്ടുണ്ട്. ഒന്ന് തനത് വിധി, 2 പൊതുവിധി. ഈ തനത് വിധി എന്ന് പറയുന്നത് മരിച്ച അടുത്ത നിമിഷം സംഭവിക്കും. ദൈവം ഈ നന്മ തിന്മകളെ വിലയിരുത്തി ഒരു പ്രസ്താവിക്കും. ഈ മരിച്ചടക്കിൻ്റെ പ്രാർത്ഥനകളൊക്കെ ചെല്ലുമ്പോൾ ഈ അച്ഛന്മാരൊക്കെ ചിലപ്പോൾ ചരമപ്രസംഗമൊക്കെ പറയാൻ നേരത്ത് ഇങ്ങനെ പറഞ്ഞ് കേൾക്കാറുണ്ട്, നമുക്ക് ഈ ആത്മാവിനെ യാത്രയാക്കാം. എൻ്റെ പ്രിയപ്പെട്ടവരെ, അതിൻ്റെ അകത്ത് സത്യത്തിൻ്റെ ഒരംശം പോലുമില്ല പറയുന്നതിൻ്റെ അകത്ത്. അത് വെറും ഒരു ഭംഗിവാക്ക് മാത്രമാണ്. കാരണം മരിച്ച അടുത്ത നിമിഷം ആത്മാവ് പോയി, ഒരു സെൻഡ് ഓഫിനും അത് നിൽക്കുന്നില്ല. അത് ദൈവസന്നിധിയിലെത്തി, ദൈവം അതിനെ വിധിച്ചു. വിധിച്ച സ്വർഗത്തിൽ അല്ലെങ്കിൽ നരകത്തിൽ അല്ലെ ശുദ്ധീകരണത്തിൽ അത് എത്തി. അതവിടെ എന്ത് കിട്ടിയോ അത് അനുഭവിച്ചുകൊണ്ടിരിക്കുക. പിന്നെ നമ്മൾ യാത്രയാക്കുന്നത് ഈ ശരീരത്തെ മാത്രമാണ്. അതുകൊണ്ട് മരിച്ചടക്കേണ്ട സെൻഡ് ഓഫ് കഴിഞ്ഞിട്ട് ആത്മാവ് പോകൂ എന്ന് ദയവായിട്ട് തെറ്റിദ്ധരിക്കരുത്. അത് പോയി കഴിയും. ഏതായാലും ഈ ജ്ഞാനത്തിൻ്റെ പുസ്തകം 4:20 ഇങ്ങനെ പറയുന്നുണ്ട്, തങ്ങളുടെ പാപങ്ങളുടെ കണക്കെടുക്കുമ്പോൾ അവർ ഭയചകിതരായി ഓടിയെത്തും, അവരുടെ അകൃത്യങ്ങൾ അവരെ മുഖത്ത് നോക്കി കുറ്റം വിധിക്കും. പലതരം സെൻസസിനെ പറ്റി നമ്മൾ കേട്ടിട്ടുണ്ട്. ജനസംഖ്യ എടുക്കുന്നു, പോപ്പുലേഷൻ സെൻസസ്, ആനയുടെ കണക്ക്, കടുവയുടെ കണക്ക്, തെങ്ങിൻ്റെ കണക്ക്, തേക്കിൻ്റെ കണക്ക്, പലതരം സെൻസസ് നമ്മൾ കേട്ടിട്ടുണ്ട്. എന്നാൽ ദൈവമായ കർത്താവ് ഓരോ മനുഷ്യൻ്റെയും പാപത്തിൻ്റെ സെൻസസ് എടുക്കുന്ന ഒരു സമയമുണ്ട് എന്ന് ബൈബിള് പറയുന്നു. ദൈവം ഓരോ വ്യക്തിയുടെയും പാപത്തിൻ്റെ സെൻസസ് എടുക്കുന്ന സമയത്തിനാണ് തനത് വിധി എന്ന് പറയുന്നത്. അപ്പം അതുകൊണ്ട് നമ്മൾ ആരും വെറും കൈയോടെ അല്ല പോകുന്നത്. അന്ന് ഈ തനത് വിധിയുടെ സമയത്ത് നമ്മുടെ സുഹൃതങ്ങളുടെ നന്മകളുടെ ഭാണ്ഡക്കെട്ട് എത്ര വലുതാണോ അത്ര ഭാഗ്യമുള്ളവർ. പാപത്തിൻ്റെ ഭാണ്ഡക്കെട്ട് എത്ര ശൂന്യമാണോ അത്ര അനുഗ്രഹിക്കപ്പെട്ടവർ. പാപത്തിൻ്റെ ഭാണ്ഡക്കെട്ട് ശൂന്യമാകണമെങ്കിൽ 2 കാര്യങ്ങൾ നമ്മൾ ചെയ്യണം. ഒന്ന്, കഴിയുന്നിടത്തോളം പാപം ചെയ്യാതിരിക്കണം. 2, പാപം ചെയ്തു പോയാൽ അനുതപിച്ച് ദൈവസന്നിധിയിൽ ഏറ്റുപറഞ്ഞ് പാപമോചനം നേടണം. പ്രഭാഷകന്റെ പുസ്തകം 21, 1, 2, 3 വചനങ്ങളിൽ പറയുന്നു, മകനെ പാപം ചെയ്തിട്ടുണ്ടോ? ഇത് ചെയ്യരുത്. കഴിഞ്ഞകാല പാപത്തിൻ്റെ മോചനത്തിന് വേണ്ടി പ്രാർത്ഥിക്കണം. സർപ്പത്തിൽ നിന്ന് എന്നതുപോലെ പാപത്തിൽ നിന്ന് ഓടി അകലണം. അടുത്ത് ചെന്നാൽ അത് കടിക്കും, അത് ജീവൻ അപഹരിക്കും. ഇങ്ങനെയുള്ള വചനങ്ങൾ. അപ്പം പാപത്തെ പാമ്പിനോടാണ് ഉപമിക്കുന്നത്. പാമ്പിൻ്റെ കടി ഏൽക്കാതിരിക്കാൻ നമ്മൾ ശ്രദ്ധിക്കും.
വെളിച്ചത്ത് നടക്കും, ടോർച്ച് കൊണ്ടുപോകും, കണ്ണ് ശ്രദ്ധിക്കും. അഥവാ പാമ്പിൻ്റെ കടി കിട്ടിയാൽ ആ വിഷം ഇറക്കിക്കളഞ്ഞില്ലെങ്കിൽ മരിക്കുമെന്നറിയാവുന്നത് കൊണ്ട് എത്രയും വേഗം നമ്മൾ ചികിത്സ നേടും. കർത്താവ് പറയുന്നു, ഇതുപോലെ പാപവും മനുഷ്യനെ കടിക്കും. പാപം മനുഷ്യനെ കടിച്ചാൽ പാപത്തിൻ്റെ വിഷം മനുഷ്യൻ്റെ ഉള്ളിലേക്ക് കയറും. ആ വിഷം ഇറക്കിക്കളഞ്ഞില്ലെങ്കിൽ അത് ആ വ്യക്തിയുടെ ആത്മാവിൻ്റെ മരണത്തിനും നിത്യനരകത്തിനും കാരണമാകും. അതുകൊണ്ട് ഒന്ന്, പാപത്തിൻ്റെ കടി കെട്ടി പാപത്തിൻ്റെ വിഷം ഉള്ളിലേക്ക് ചെല്ലാതിരിക്കാൻ ശ്രദ്ധിക്കണം. രണ്ട്, അഥവാ പാപത്തിൻ്റെ കടി കെട്ടി വിഷം ഉള്ളിൽ ചെന്നാൽ അനുതപിച്ച് കുംഭസാരത്തിലൂടെ ആ വിഷം ഇറക്കിക്കളയണം. അപ്പം നമ്മുടെ കുംഭസാരം എന്ന് പറയുന്നത് നമുക്ക് കിട്ടിയ പാപത്തിൻ്റെ കടിയിലൂടെ നമ്മളിലേക്ക് പ്രവേശിച്ച പാപത്തിൻ്റെ വിഷം ഇറക്കിക്കളയല. ഒരു വിഷക്കല്ലാണ് ഈ കുംഭസാരം. പാപത്തിൻ്റെ സർവ്വ വിഷവും നമ്മളിൽ നിന്ന് വലിച്ചെടുത്ത് നമ്മളെ വിശുദ്ധീകരിക്കുന്ന, സ്വർഗത്തിന് അവകാശിയാക്കുന്ന, ദൈവാനുഗ്രഹത്തിന് യോഗ്യരാക്കുന്ന ഒരു വിഷക്കല്ലാണ് ഈ കുംഭസാരം. ഇതുപോലെ ഈ പാപത്തിൻ്റെ വിഷം വലിച്ചെടുക്കുന്ന ഈ കുംഭസാരമല്ലാതെ മറ്റൊരു സംവിധാനവും ഈ ലോകത്തില്ല. കുംഭസാരം എന്ന ഒരു സംവിധാനം ഉണ്ട് താനും, ഒരു സംവിധാനം ഉണ്ട് താനും. ഈ കുംഭസാരത്തിലൂടെ പാപത്തിൻ്റെ വിഷം കർത്താവായ ദൈവം നീക്കിക്കളയണമെങ്കിൽ നമ്മൾ അനുതപിച്ച് കുംഭസാരിക്കണം. അനുതാപത്തോടുകൂടിയ ഏറ്റുപറച്ചിലൂടെയാണ് പാപമോചനം കിട്ടുക. ഞാനിത് പറയുമ്പോൾ ചിലപ്പോൾ നിങ്ങൾ വിചാരിക്കാം, അനുതാപം ഇല്ലെങ്കിൽ ആരെങ്കിലും കുമ്പസാരിക്കാൻ പോകുന്നു. അനുതാപം ഇല്ലാതെ കുമ്പസാരിക്കാൻ കഴിയും. ഒത്തിരി പേര് കുമ്പസാരിക്കുന്നുണ്ട്. തെളിവ് ചോദിച്ചാൽ രണ്ട് തെളിവ് പറയാം. ഒന്ന്, എൻ്റെ ചെറുപ്പകാലത്ത് ഞാൻ നടത്തിയ കുമ്പസാര. അപ്പം പിന്നെ തർക്കം വേണ്ടല്ലോ. എൻ്റെ അമ്മ നിർബന്ധിച്ചുകൊണ്ട് മാത്രം എല്ലാ ശനിയാഴ്ചയും പള്ളിയിൽ പോയി കുമ്പസാരിച്ചിരുന്ന ആളെ ഞാൻ മനസ്സായിട്ടല്ല. ആ കുംഭസാരം എങ്ങനെയായിരുന്നു ചോദിച്ചാൽ ഏകദേശം എങ്ങനെയായിരുന്നു. ഇങ്ങോട്ട് നോക്കിയാൽ കാണാം. 2 മിനിറ്റ് അല്ലെ 1 മിനിറ്റ് പോയി മുട്ടുകുത്തി നിൽക്കും. അച്ഛൻ്റെ അടുത്ത് നീ പറയാ, അടിച്ചു കുടിച്ച് വഴക്ക് പറഞ്ഞു, കുത്തി കൊടുത്തു, ഇള പഠിച്ചു, നേർ പറഞ്ഞു. അച്ഛൻ രണ്ടു സ്വർഗസ്ഥനായ നന്മ പറയുന്നത് അവിടെ പോയി നിന്നിട്ട് സുതാപിങ്ങളുടെ നാമം പൂജിതമേ, നന്മ പറയുന്ന അവന് മുതലും പരിശുദ്ധാത്മാവിന് സ്തുതി. ഇറങ്ങിപ്പോയി. കുംഭസാരം കഴിഞ്ഞു. പാപമേറ്റ് പറഞ്ഞു. അനുതാപം ഉണ്ടായിരുന്നോ? അയലോക്കത്തോടെ പോലും പോയിട്ടില്ല. എന്നാണ് ഒരു തെളിവ്. രണ്ടാമത്തെ തെളിവ്, ഞാനൊരു അച്ഛനായ ശേഷമുള്ള ചില അനുഭവങ്ങളാണ്. കുമ്പസാരക്കൂട്ടി ഇരിക്കുമ്പോൾ, പ്രത്യേകിച്ച് ധ്യാനത്തിൻ്റെ ഇടയ്ക്ക് കരഞ്ഞുകൊണ്ട് കുമ്പസാരിക്കുന്നവരെ കണ്ടിട്ടുണ്ട്. വലിയ ദുഃഖത്തോടെ കുമ്പസാരിക്കുന്നവരെ കണ്ടിട്ടുണ്ട്. പക്ഷേ ചിലപ്പോഴെങ്കിലും ചിലരുടെ പാപമേറ്റ് പറയുമ്പോൾ അനുതപിക്കുകയല്ല, ആ പാപത്തെ ന്യായീകരിക്കുക. ഉദാഹരണം പറഞ്ഞാൽ, അച്ഛാ ഞാൻ നുണ പറഞ്ഞു, പക്ഷേ അച്ഛാ ആ സാഹചര്യത്തിൽ എനിക്ക് വേറൊരു നിവൃത്തിയില്ലായിരുന്നു. വേറെ ആൾ പറയുന്നു, അച്ഛാ ഞാൻ മദ്യപിച്ചു, പക്ഷെ ഞാൻ മദ്യപിച്ചിട്ട് വീട്ടിൽ വഴക്കൊന്നും ഉണ്ടാക്കില്ല കേട്ടോ അച്ഛാ. വേറെ ആൾ പറയുന്നു, ഞാൻ വീട്ടിൽ വഴക്കുണ്ടാക്കി, പിന്നെ വീട്ടിലല്ലാതെ നാട്ടുകാരോട് വഴക്കുണ്ടാക്കാൻ പറ്റുമോ അച്ഛാ. വേറെ ആൾ പറയുന്നു, അച്ഛാ ഞാൻ ഏതെങ്കിലും തെറ്റ് പറഞ്ഞിട്ട്. അതിനൊക്കെ ഒരു ന്യായീകരണം. നമ്മൾ മനസ്സിലാക്കുക, പാപത്തെ ന്യായീകരിക്കുമ്പോൾ അവിടെ അനുതാപമില്ല. അനുതാപം ഇല്ലാത്തത് കൊണ്ടാണ്, അത് തെറ്റാന്ന് സമ്മതിക്കാത്തത് കൊണ്ടാണ് ഈ ന്യായം പറയുന്നത്. നമ്മൾ ന്യായം ഉപേക്ഷിക്കുക. ദൈവമേ തെറ്റാണ് എന്നങ്ങ് സമ്മതിക്കുക. അവിടെ മാത്രമാണ് അനുതാപമുള്ളത്, അവിടെ മാത്രമാണ് പാപമോചനം ഉള്ളത്. ചില ആളുകൾ ചിരിച്ചുകൊണ്ടാണ് കുമ്പസാരിക്കുന്നത്. ചിരിയും അനുതാപവും കൂടെ ഒന്നിച്ചു പോവില്ല. ഒരിക്കൽ എൻ്റെ അടുത്ത് ഒരാൾ കുമ്പസാരിച്ചുകൊണ്ടിരിക്കുക. പാപം പറയുന്നതിൻ്റെ ഇടയ്ക്ക് അദ്ദേഹത്തിൻ്റെ മൊബൈലിൽ ബെല്ലടിച്ചു. എടുത്ത് ഇങ്ങനെ നോക്കി, അച്ഛാ 1 മിനിറ്റ് എന്ന് പറയും, ഒരൊറ്റ പോക്ക് കണ്ടു. ഞാൻ 20 മിനിറ്റ് കാത്തിരുന്നു. പിന്നെ ആ മനുഷ്യനെ ആ വഴിക്ക് കണ്ടില്ല. അവസാനം ഞാനും എഴുന്നേറ്റ് പോയി. അപ്പോൾ അനുതാപം ഇല്ലാതെ കുമ്പസാരിക്കാൻ കഴിയും. നമ്മളെ സംബന്ധിച്ച് പ്രധാനപ്പെട്ടത് അനുതാപത്തോടുകൂടി ഏറ്റു പറയുക. പാപമാണെന്ന് സമ്മതിച്ചുകൊണ്ട് ഏറ്റു പറയുക. ന്യായബാധകൾ ഉപേക്ഷിച്ചുകൊണ്ട് ഏറ്റു പറയുക. അവിടെയാണ് പാപമോചനം ഉണ്ടാകുന്നത്. അവിടെയാണ് ദൈവാനുഗ്രഹങ്ങൾ കടന്നു വരാനായിട്ട് ആരംഭിക്കുന്നത്. ഞാൻ പലപ്പോഴും ആലോചിക്കാറുണ്ട്, എന്തുകൊണ്ടാണ് നമുക്ക് കുമ്പസാരിക്കുമ്പോൾ പോലും ഈ അനുതാപം കിട്ടാത്തത്? ഒരുപാട് കാരണങ്ങൾ ഞാൻ കണ്ടെത്തി. ഇതെല്ലാം ഇവിടെ പറയാനുള്ള സമയമില്ല. ഒരു 2-3 കാരണം പറയാമെന്ന് തോന്നി. ഒന്നാമത്തെ കാരണം, പല പാപങ്ങളെയും ഓർത്ത് അനുദപിക്കുന്നതിന് പകരം
പല പാപങ്ങളെയും സാമാന്യവൽക്കരിക്കുകയും നിസ്സാരവൽക്കരിക്കുകയും ചെയ്യുന്ന ഒരു സ്വഭാവം നമുക്കുണ്ട്. പാപത്തെ ആദ്യം സാമാന്യവൽക്കരിക്കുക, അതായത് ജനറലൈസ് ചെയ്യുക എന്ന് വെച്ചാൽ ചില പാപങ്ങളെക്കുറിച്ച് നമ്മുടെ കാഴ്ചപ്പാട് ഇതാ, ഇത് സർവ്വസാധാരണമാണ്, ഇത് നാട്ടു നടപ്പാണ്, ഇത് മിക്കവാറും എല്ലാവരും ചെയ്യുന്നതാണ്. അതാണ് പാപത്തെ സാമാന്യവൽക്കരിക്കുക. ഇത് നാട്ടു നടപ്പായതുകൊണ്ട്, ഇത് മിക്കവാറും എല്ലാവരും ചെയ്യുന്നതായതുകൊണ്ട് ഇത് പാപമല്ല, ഇത് സാരമില്ല. അതാണ് നിസ്സാരവൽക്കരണം. പാപത്തെ സാമാന്യവൽക്കരിച്ചു കഴിഞ്ഞാൽ പിന്നെ ആ പാപത്തെ ഓർത്ത് അനുതാപം കിട്ടത്തില്ല. ഒരുപക്ഷെ അതുകൊണ്ട് തന്നെ ആ പാപം ഏറ്റുപറയുകയുമില്ല. നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ദൈവം ഒരു പ്രവൃത്തിയെ പാപമെന്നോ പുണ്യമെന്നോ വിധിക്കുന്നത് അത് ചെയ്യുന്ന ആളുകളുടെ എണ്ണം നോക്കിയിട്ടല്ല. പ്രത്യുത ആ പ്രവൃത്തി ദൈവത്തിൻ്റെ കൽപ്പനയ്ക്കനുസരിച്ചാണോ വിരുദ്ധമാണോ എന്ന് നോക്കിയിട്ടാണ്. പ്രവൃത്തി ദൈവത്തിൻ്റെ കൽപ്പനയ്ക്കനുസരിച്ചാണെങ്കിൽ ദൈവം ന്യായീകരിക്കും. പ്രവൃത്തി ദൈവത്തിൻ്റെ കൽപ്പനയ്ക്ക് വിരുദ്ധമാണ്, ദൈവം കുറ്റം വിധിക്കും, ചെയ്യുന്ന ആളുകളുടെ എണ്ണം നോക്കാതെ. അതുകൊണ്ടാണല്ലോ സോദോം ഗൊമോറയെ നശിപ്പിച്ചത്. എല്ലാവരും ചെയ്തതല്ലേ, പോട്ടെ സാരമില്ല എന്ന് ദൈവം വെച്ചില്ലല്ലോ. നിനിവേ പട്ടണത്തിലേക്ക് യോനാ പ്രവാചകനെ അയച്ചപ്പോൾ എന്താ പറഞ്ഞേ? അവിടെയുള്ള 1,20,000 പേരും തെറ്റ് ചെയ്തിരിക്കുന്നു, അനുദപിക്കാൻ പലരും വഴി പറഞ്ഞ് കേട്ടില്ല, അവസാനമായിട്ട് നീ പോയി പറ, എന്നിട്ടും കേട്ടില്ലെങ്കിൽ ഞാൻ നശിപ്പിക്കും. ബൈബിളിൽ വായിക്കുന്നുണ്ട്, ദൈവം മുകളിൽ നിന്ന് താഴേക്ക് നോക്കി, മനുഷ്യരുടെ ഇടയിൽ നല്ലവനെന്ന് പറയാൻ ആരെങ്കിലും ഉണ്ടോ എന്ന് കാണുവാൻ. ദൈവം കണ്ടു, ഇല്ല, ഒരുവൻ പോലുമില്ല, എല്ലാവർക്കും വഴി തെറ്റിയിരിക്കുന്നു, എല്ലാവരും പാപം ചെയ്തിരിക്കുന്നു എന്നാണ് കണ്ടത്. എല്ലാവരും ചെയ്തതല്ലേ, പോട്ടെ സാരമില്ല എന്ന് വെച്ചിരുന്നെങ്കിൽ യേശുക്രിസ്തു മനുഷ്യനായിട്ട് അവതരിക്കത്തില്ലായിരുന്നു, ഈ പീഡ സഹിച്ച് മരിക്കത്തില്ലായിരുന്നു. അപ്പൊ എല്ലാവരും ചെയ്യുമ്പോഴും തെറ്റാണെന്നാ ദൈവം എടുക്കുക. അതുകൊണ്ട് ദയവായിട്ട് അവര് ചെയ്യുന്നു, ഇവര് ചെയ്യുന്നു, കൂടത്തുള്ളവർ ചെയ്യുന്നു, നാട്ടുകാർ ചെയ്യുന്നു, ലോകം മുഴുവൻ ചെയ്യുന്നു, അതുകൊണ്ട് ഞാനും ചെയ്യുന്നു, അത് സാരമില്ല എന്ന് ഒരു പാപത്തെപ്പറ്റിയും ദയവായിട്ട് നമ്മൾ കരുതരുത്. നമുക്ക് അബദ്ധം പറ്റും, ദൈവം നമ്മളെ ശിക്ഷിക്കും. അതുകൊണ്ട് പാപത്തെ ന്യായീകരിക്കുന്ന സാമാന്യവൽക്കരിക്കുന്ന സ്വഭാവം നമ്മൾ ഉപേക്ഷിക്കണം. രണ്ടാമത്തെ ഒരു കാര്യം, നമ്മൾ ഈ പാപത്തിൻ്റെ പ്രത്യാഘാതങ്ങളെ പറ്റി മനസ്സിലാക്കിയിട്ടില്ല. ദ കോൺസിക്വൻസസ് ഓഫ് സിൻ. പാപം ചെയ്താൽ എന്താ, കുമ്പസാരിച്ചാൽ മതിയല്ലോ, അവിടെ എല്ലാ പ്രശ്നവും തീരുമല്ലോ എന്ന ഒരു മനസമാധാനമാണ് പലപ്പോഴും നമുക്കുള്ളത്. അതുകൊണ്ട് തന്നെ കുമ്പസാരമുണ്ടല്ലോ എന്ന ധൈര്യത്തിൽ പലപ്പോഴും നമ്മൾ പല തെറ്റുകളും ചെയ്യാറുണ്ട്. ഞാനിന്ന് നിങ്ങളുടെ ശ്രദ്ധയിൽ കൊണ്ടുവരാൻ ആഗ്രഹിക്കുന്നത് പാപത്തിൻ്റെ ചില പ്രത്യാഘാതങ്ങളെ പറ്റി. നമ്മൾ മനസ്സിലാക്കേണ്ട 2-3 കാര്യങ്ങൾ. ഒന്ന്, കുമ്പസാരത്തിലൂടെ പാപത്തിൻ്റെ എല്ലാ പ്രത്യാഘാതങ്ങളും തീരുന്നില്ല. കുമ്പസാരത്തിലൂടെ പാപത്തിൻ്റെ എല്ലാ പ്രത്യാഘാതങ്ങളും തീരുന്നില്ല. 2, പാപം ഇരുതല വാള് പോലെയാണ്. പാപം 2 സൈഡിലും മൂർച്ചയുള്ള കത്തി പോലെയാണെന്നാണ് ബൈബിൾ പറയുന്നത്. കാരണം ഒരാൾ പാപം ചെയ്യുമ്പോൾ ഒരേ സമയത്ത് 2 കൂട്ടർക്ക് മുറിവേക്കുകയാണ്, 2 കൂട്ടർക്ക് നഷ്ടം വരികയാണ്, 2 കൂട്ടർക്ക് പ്രശ്നങ്ങൾ ഉണ്ടാവുകയാണ്. ഒന്ന്, പാപം ചെയ്യുന്ന വ്യക്തിയെ പാപം മുറിപ്പെടുത്തും. 2, സമൂഹത്തിലുള്ള മറ്റ് വ്യക്തികളെ പാപം മുറിപ്പെടുത്തും. തന്നെത്താനും മുറിവേക്കും, മറ്റുള്ളവർക്ക് മുറിവേക്കും. തന്നെത്താനും നഷ്ടം, മറ്റുള്ളവർക്കും നഷ്ടം. അതുകൊണ്ടാണ് പാപം ഇരുതല വാള് പോലെയാണ് എന്ന് പറയുന്നത്. ആദ്യം പാപം ചെയ്യുന്ന വ്യക്തിക്ക് പാപം എന്തെല്ലാം നഷ്ടമുണ്ടാക്കുമെന്ന് നോക്കുക. ഒന്നാമത്തത് ആത്മനാശമാണ്. ആത്മനാശം. പാപത്തോടുകൂടി മരിച്ചാൽ, കഠിനമായ പാപത്തോടെ മരിച്ചാൽ നിത്യ നരകം ഉറപ്പ്, സ്വർഗം കിട്ടത്തില്ല. ഇതാണ് പാപത്തിൻ്റെ ഏറ്റവും വലിയ ശിക്ഷ, തനിക്ക് തന്നെ ഏൽക്കുന്ന ഏറ്റവും വലിയ മുറിവ്. നിന്റെ പാപങ്ങൾ നിന്നെയും ദൈവത്തെയും തന്നെ അകറ്റിയിരിക്കുന്നു. അവിടുന്ന് തൻ്റെ മുഖം നിന്നിൽ നിന്ന് മറച്ചു വെച്ചിരിക്കുന്നു. ഇതാണ് പാപത്തിൻ്റെ രണ്ടാമത്തെ പ്രത്യാഘാതം. പാപം ചെയ്യുന്ന വ്യക്തിയും ദൈവവും തമ്മിലുള്ള ബന്ധം അകന്നു പോകും. ഈ പാപാവസ്ഥയിൽ നമ്മൾ പ്രാർത്ഥിച്ചാൽ ആ പ്രാർത്ഥന പോലും ദൈവസന്നിധിയിൽ വേണ്ടത്ര ശക്തിയില്ലാത്തതാണ്. കർത്താവ് പറഞ്ഞില്ലേ, നിങ്ങൾ എൻ്റെ വചനം പാലിക്കുകയും എൻ്റെ സ്നേഹത്തിൽ നിലനിൽക്കുകയും ചെയ്താൽ ഇഷ്ടമുള്ളത് ചോദിച്ചുകൊള്ളുക, ഞാനത് ചെയ്തു തരും. അപ്പം ദൈവസ്നേഹത്തിൽ ഇരിക്കുന്ന
പാപമില്ലാത്ത അവസ്ഥയിൽ നടത്തുന്ന പ്രാർത്ഥനയ്ക്ക് പോലുമേ ദൈവസന്നിധിയിൽ ശക്തിയുള്ളൂ. ഇത് നമ്മളെല്ലാം അംഗീകരിക്കുന്ന ഒരു സത്യമാണ്. എനിക്കും നിങ്ങൾക്കും ഒരു പ്രശ്നം വരുമ്പോൾ നമ്മൾ പലരോടും പ്രാർത്ഥന ചോദിക്കും. ഒന്ന് ഓർത്തു നോക്കിക്കേ, ആരോടാണ് നമ്മൾ പ്രാർത്ഥന ചോദിക്കുന്നത്? കണ്ണിൽ കണ്ട എല്ലാവരോടും ചോദിക്കുന്നുണ്ടോ? ഇല്ല. ഞാൻ പ്രാർത്ഥന ചോദിക്കുക എൻ്റെ ദൃഷ്ടിയിൽ അല്പം വിശ്വാസവും വിശുദ്ധിയും ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നവരോടെ ഞാൻ ചോദിക്കത്തുള്ളൂ. അല്ലാത്തവരോട് ഞാൻ ചോദിക്കത്തില്ല. കാരണം അവർ പ്രാർത്ഥിച്ചിട്ട് ഒന്നും കിട്ടാൻ പോണില്ല, അവർ പ്രാർത്ഥിച്ചിട്ടും ദൈവം കേൾക്കാൻ പോണില്ല എന്ന് നമ്മൾ വിശ്വസിക്കുന്നു. അപ്പം നമ്മുടെ ആ പെരുമാറ്റം പോലും അങ്ങനെയാണ്. വിശുദ്ധിയുള്ളവർ, വിശ്വാസമുള്ളവർ പ്രാർത്ഥിച്ചാൽ ദൈവസന്നിധിയിൽ ആ പ്രാർത്ഥനയ്ക്ക് ശക്തിയുണ്ട്. അപ്പം അതുകൊണ്ട് നമ്മുടെ പ്രാർത്ഥന പോലും ദൈവം സ്വീകരിക്കണമെങ്കിൽ നമ്മൾ ഈ പാപത്തിൻ്റെ അശുദ്ധി മാറ്റണം. ഞാനത് രാവിലെ പറഞ്ഞത്, നമ്മളെ തന്നെ വിശുദ്ധീകരിച്ച് കഴിയുമ്പോൾ നമ്മുടെ തന്നെ ആവശ്യങ്ങൾക്ക് വേണ്ടി ദൈവസന്നിധിയിൽ നമ്മൾ നടത്തുന്ന പ്രാർത്ഥനയ്ക്ക് ദൈവം ഉത്തരം തരികയാണ്. അതുകൊണ്ടാണ് ധാരാളം അത്ഭുതങ്ങളും അടയാളങ്ങളും രോഗശാന്തികളുമൊക്കെ കുംഭസാരത്തിന് ശേഷം ധ്യാനത്തിൻ്റെയും കൺവെൻഷൻ്റെയും ഒക്കെ ഇടയ്ക്ക് സംഭവിക്കുന്നതെന്ന് ഓർമ്മപ്പെടുത്തി. ഞാൻ ഡോക്ടർ ടോബി തോമസ് ആണ് എൻ്റെ പേര്. ഞാനിവിടെ ചെന്നൈയിൽ നീലാങ്കരൈ ഇടവകയിൽ എന്ന് പറയുന്നൊരു വ്യക്തിയാണ് ഞാൻ. ഇപ്പോൾ ഇവിടെ ഷാലോമിൻ്റെ ഫിയറ്റ് 2016 ധ്യാനം അറ്റൻഡ് ചെയ്ത് ഇരിക്കുന്ന സമയത്താണ്, അതിനെ ഒരു 2 ദിവസം മുമ്പാണ് എൻ്റെ മദറിനെ ഇങ്ങനെ കണ്ണിലത്തെ റെറ്റീനയിൽ ഒരു ചെറിയൊരു ഗ്രോത്ത് ഉണ്ട്. സോ ഡോക്ടേഴ്സ്മാർ, ഓപ്തൽമോളജിസ്റ്റൊക്കെ പറഞ്ഞത് അത് ഇറ്റ് ക്യാൻ ബി എ ക്യാൻസറസ് ഗ്രോത്ത് എന്നാണ് പറഞ്ഞത്. എന്നിരുന്നാലും നമ്മൾ വീണ്ടും ഒരു 2 ദിവസം കഴിഞ്ഞിട്ട് വീണ്ടും ഒരു സ്കാൻ ചെയ്തിട്ട് എന്നിട്ട് തീരുമാനിക്കാമെന്ന് അവർ പറഞ്ഞു. എന്താണ് അതിൻ്റെ ഡയഗ്നോസിസും ഫൈനലായിട്ടുള്ള ഡയഗ്നോസിസും ട്രീറ്റ്മെൻറ്റും. സോ ആ സമയത്താണ് ഞാൻ ഈ ധ്യാനം അറ്റൻഡ് ചെയ്യാനായിട്ട് വന്നത്. 2 ദിവസം മുമ്പ്, അതായത് വെള്ളിയാഴ്ച ആയിരുന്നു ധ്യാനം തുടങ്ങിയത്. അപ്പോൾ ഈ കുർബാനയിൽ അച്ഛൻ ഇങ്ങനെ പറഞ്ഞു, ഇങ്ങനെ നിങ്ങൾക്ക് ആവശ്യമുള്ള 4 കാര്യങ്ങളും നിങ്ങൾ സമർപ്പിച്ച് നിങ്ങൾ പ്രാർത്ഥിക്കൂ. അതിനുശേഷം ഞങ്ങൾ എല്ലാവരും പ്രാർത്ഥിച്ചു, ഞാനും എൻ്റെ വൈഫും നമ്മളെല്ലാവരും കൂടിയിട്ട് പ്രാർത്ഥിച്ചു. ആൻഡ് ഒരു ഉച്ചയ്ക്ക് ശേഷം ഇവിടുത്തെ ഷാലോമിലത്തെ ബ്രദർ പ്രകാശിൻ്റെ ഒരു ടോക്കിൻ്റെ സമയത്താണ് എനിക്കിങ്ങനെ മെസ്സേജ് വന്നത്. ഇങ്ങനെ ആ ബ്രദർ പ്രകാശ് വന്നിട്ട് അപ്പോൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു, ഇങ്ങനെ യേശു വന്നിട്ട് കണ്ണിൻ്റെ കൃഷ്ണമണിയിൽ പോലെ ഇങ്ങനെ കാത്തു സൂക്ഷിക്കുന്നു, അതേമാതിരിയാണ് നമ്മളെല്ലാവരും കാത്തു സൂക്ഷിക്കുന്നത്. സോ ആ സമയത്താണ് എനിക്ക് എൻ്റെ ബ്രദറിൻ്റെ സൈഡിൽ നിന്ന് മെസ്സേജ് വന്നത്, ഇങ്ങനെ ഡോക്ടർ ചെക്കപ്പ് നടത്തി കഴിഞ്ഞു ആൻഡ് താങ്ക് ഗാഡ് ഇറ്റ് ഇസ് നോട്ട് എ ക്യാൻസറസ് ഗ്രോത്ത് അല്ല, ഇത് വന്നിട്ട് ഇറ്റ് ക്യാൻ ബി ട്രീറ്റഡ്. സോ ഉടനെ തന്നെ ഞാനത് ഒരു സാക്ഷ്യം പോലെ വന്ന് ബ്രദർ പ്രകാശിനോട് അത് വന്ന് പറയും. ആൻഡ് ഇറ്റ്സ് എ ബിഗ് മിറക്കിൾ. അത് അറ്റൻഡ് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് അത് നടന്നത്. അത് സോ ദൈവത്തിനോട് കോടി നന്ദി പറയുന്നു. പ്രൈസ് ദി ലോർഡ്. നീ നല്ലവൻ, സർവവല്ലഭൻ, അങ്ങെപ്പോലൊരു ദൈവമില്ല. നീ നല്ലവൻ, സർവവല്ലഭൻ, അങ്ങെപ്പോ